പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി നടപടി പുസ്തകം 10:41 വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:40-41. അപ്പോസ്തല പ്രവർത്തനം 10:40-41. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അപ്പൊ 2-3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉള്ളത്. എന്താ കാര്യം? ഒന്ന് വായിച്ചത് 10:40-41 വായിച്ച്. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. അപ്പൊ എങ്ങനെയാണ്? പ്രത്യക്ഷനാവുകയല്ല, പിന്നെന്താണ്? പ്രത്യക്ഷൻ ആക്കുകയാണ്. ഈ പ്രത്യക്ഷീകരണമെല്ലാം ആക്കുകയാണ് ചെയ്യണത്. ഇപ്പം കൃപാസനത്താറെ ജീവനോടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് പ്രത്യക്ഷമായതല്ല ശരിക്കും പറഞ്ഞ. പിന്നെന്താണ്? ദേവപിതാവ് ആക്കിയതാണ്. അപ്പോൾ അപ്പോഴും നമ്മൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടത് ഈ വിഷയത്തിൽ പിതാവ് പ്രൈമറി ഇൻട്രസ്റ്റ് ആരുടേതാണ്? പിതാവായ ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റാണ്. കാര്യം അമ്മയെ പ്രത്യക്ഷയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും പറയണം, എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആക്കണമെന്ന് പറയണം. മനസ്സിലായില്ലേ? പ്രാർത്ഥന അങ്ങനെ പോകേണ്ടത്. എന്നെയും എന്ന് പറഞ്ഞ എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആക്കണമേ. ഇവിടെ വിഷയം എന്ന് പറയണത് എല്ലാവർക്കും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദൈവാനുഭവത്തെ പറ്റി പറയുമ്പോഴേ എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞാലും എല്ലാവരും സ്വീകരിച്ചോ എന്നുള്ളത് വേറെ വിഷയമാണ്. ഇതാണ് പ്രശ്നം. ദൈവത്തിൻ്റെ കോമൺ പോളിസിയാണ് എല്ലാവരിലേക്കും ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ജോയേൽ 2:28. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം. അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പ്രൈസ് ദി ലോർഡ്. അത് കോമൺ പോളിസിയാണ്, ജനറൽ പോളിസിയാണ്. ദൈവം ആരെയും മാറ്റി നിർത്തണില്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? എല്ലാവരെയും ആണ് സ്വീകരിക്കണത്. പക്ഷേ ഉള്ളൊരു പ്രോബ്ലം, എല്ലാവരുടെയും മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. വർഷിച്ച അണ്ണന്മാരെല്ലാവരും സ്വീകരിച്ചോ? ദാറ്റ്സ് അതർ പ്രോബ്ലം. അതാണ് അവിടെയാണ് അപകടം കിടക്കുന്നത്. അത് ദൈവത്തിൻ്റെ കോമൺ പോളിസിയാണ്. ദൈവം പക്ഷപാതരഹിതനാണെന്ന് എഴുതിയിട്ടില്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനം 10:34. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്ന്. അതാ പ്രശ്നം. ഞാൻ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് ജോയേൽ 2:28 പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് പക്ഷപാതമില്ല, അത്രേ ഉള്ളൂ. ആരെയും മാറ്റി നിർത്തിയിട്ട് അവർക്ക് കൊടുക്കണ്ട, ഇവർക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ആർക്കും ദൈവം കൊടുക്കും. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എവിടെയാണ്? ഈ കൊടുക്കുന്ന ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ്. അതാണ് അവനെ സ്വീകരിച്ചവർക്കെല്ലാം എന്ന് പ്രത്യേക ഈശോ പറയണത്. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം. ഏറ്റു പറഞ്ഞ തന്നെ സ്വീകരിച്ചവർക്ക് എല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കപ്പാസിറ്റിയാണ്, കഴിവാണ്. അതായത് ഞാൻ അന്നാണ് എൻ്റെ ആത്മാവിനെ എല്ലാവർക്കും നൽകി. പക്ഷെ എല്ലാവരും സ്വീകരിക്കണം നിർബന്ധമില്ല. സ്വീകരിക്കുന്നവർക്ക് എന്താ സംഭവിക്കണത്? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പക്ഷേ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് വരണത് എങ്ങനെയാണ്? അവരെ എപ്പോഴാണ് വരണത്? അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. അതാണ് 8:14 എടുത്ത്, റോമ 8:14 എടുത്ത്. ശ്രുതികട്ടെ ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:14 റോമ 8:14 ദൈവാത്മാവിനാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഇപ്പം ഈ യോഹന്നാൻ 1:12 റോമ 8:14 തമ്മിലാ ലിങ്ക്. എന്താ കാര്യം? സ്വീകരിച്ചവർക്കെല്ലാം പറഞ്ഞ് സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പം ഈ കഴിവെന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളായ കഴിവ്. ആ മക്കളുടെ കഴിവ് എങ്ങനെ വരണത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. അതൊക്കെ മുമ്പ് വേറെ സംഭവമുണ്ട്. ലോകാത്മാവുണ്ട്, പിന്നെന്തുണ്ട്? ദുഷ്ടാത്മാവുണ്ട്. ഈ സംഭവത്തിനൊക്കെ അതുകൊണ്ടാണ് ജ്ഞാനസ്ഥാനപ്പെടുന്ന മുമ്പ്, ഇപ്പം ഇന്നലെയൊക്കെ ഞങ്ങൾ പള്ളിയിൽ ജ്ഞാനസ്ഥാനം പുതുക്കിയായിരുന്നു. അപ്പം ചോദിക്കും, എന്താണ് നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ, അവൻ്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നുവോ എന്ന് വെച്ചാൽ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ പറയുകയാണ്. ദൈവാത്മാവ് നയിക്കപ്പെടണം. പൊരുത്തം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് 50,000 നല്ല നോട്ട് തന്നാൽ മതി, നിങ്ങൾക്ക് 1,00,000 കള്ള നോട്ട് തരാമെന്ന് പറയുമ്പോൾ 10 ആൾക്കാർ അപ്പം തന്നെ കവന്ന് വീഴും. തീർന്നില്ല പരിപാടി. ഈ രാഷ്ട്രത്തെ കൊല്ലണ പരിപാടിയാണെന്ന് പറഞ്ഞാലും നമുക്ക് മടിയിൽ എന്തെങ്കിലും കിട്ടണ പരിപാടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതാ ലോകാത്മാവ്. അവിടെയാണ് പ്രശ്നം. ഇത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ മഴ പെയ്യുമ്പോൾ മുഴുവൻ വെള്ള തലയെ വീഴണ പോലെ പരിശുദ്ധാത്മാവ് തലയിൽ വീഴണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. എന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് അതിൻ്റെ മുല കൂടി മാറുന്ന മുമ്പ് തന്നെ വേറൊരു കുഞ്ഞും ജനിക്കാൻ പോകണം, പ്രഗ്നൻ്റായി. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടോ ഇത് നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇങ്ങനെ, അത് കളഞ്ഞേക്കാമെന്ന് ഭർത്താവ് പറഞ്ഞു. എന്നാൽ കളയാമെന്ന് അമ്മയും പറഞ്ഞു. അവരെങ്ങനെ അവർ കൊലപാതകമല്ല, രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടല്ല കൊലപാതകം ചെയ്തിരിക്കണേ, ചെയ്യാൻ പോണത്. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ പരിശുദ്ധാത്മാവ് അപ്പം തന്നെ ആ രാജ്യത്തു നിന്ന് പോകും. എന്താ കാര്യം? അവർ ദുഷ്ടാത്മാവിനാൽ ആണ് നയിക്കപ്പെടുന്നത്. എന്താ കാര്യം? അല്ലേ? ദുഷ്ടാത്മാവിന് നയിക്കപ്പെടും. ദൈവാത്മാവ് നയിക്കപ്പെടുന്ന മുമ്പ് നിങ്ങൾക്ക് പലരും ഗതി പിടിക്കാത്തതിൻ്റെ കാര്യം കയ്യിരിപ്പിൻ്റെ കുഴപ്പമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിങ്ങനെ ദൈവത്തെ നിങ്ങളുടെ സൗകര്യത്തിന് പറ്റുന്നൊരു ദൈവത്തെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. അങ്ങനെ ഒരു ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. എന്താ കാര്യം? നിങ്ങളുടെ സൗകര്യത്തിന് പറ്റിയൊരു ദൈവമില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു കൊച്ചു ജനിച്ച് അതിന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റായി. അപ്പോൾ പറഞ്ഞു, ഇത് വല്ലാത്ത അവസ്ഥയായല്ല. നാത്തും പ്രഗ്നൻ്റായിട്ട് വീട്ടിൽ വന്ന് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ അമ്മായിയമ്മക്ക് എനിക്ക് ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 2ാമത്തെ പ്രസവത്തിന് പോകാൻ പറ്റത്തില്ല, അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ അമ്മായിയമ്മയും പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഈ കക്ഷികളെല്ലാം കൂടി കൊച്ചിനെ കൊല്ലും. അവിടുത്തെ അമ്മായിയമ്മയും ഇവിടുത്തെ അമ്മയും നിങ്ങൾ ഭാര്യയും ഭർത്താവും എല്ലാം കൂടി കൊല്ലും. ഇതിൻ്റെ പിടിച്ചു നിൽക്കണം. വാടകയ്ക്ക് പോയാലും ഒറ്റയ്ക്ക് പ്രസവിച്ചാലും ഞാൻ എന്നെ കൊല്ലത്തില്ലെന്ന് പറയരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ദൈവം തന്നിക്ക് ടെസ്റ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയി. അവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കർത്താവ് പറയും പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. കാര്യം ഇത് ഉണ്ടായിട്ട് വേണം, നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ട് വേണം നിങ്ങൾ ദുഷ്ടാത്മാവിനാണ്, ലോകാത്മാവിനാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് തീരുമാനമെടുക്കാൻ. അതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയാൻ കാര്യം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 18:7 പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതമല്ലേ? ഇതുപോലെ ഓപ്ഷൻ വന്നാൽ നമ്മൾ വിട്ടുപോകത്തില്ലേ? ദുരിതമല്ലേ? പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഇതിൻ്റെ കള്ളനും വെള്ളി കള്ളനാണയം ഉണ്ടല്ലോ. ഞാൻ വിശ്വാസിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ അസ്ഥിയായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ദൈവത്തിനടുത്ത് ദൂരക്കളയും. അത് കള്ളനാണയം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. കാര്യം കള്ളനും വെള്ളിയും അറിയണമല്ലോ. അപ്പോൾ അത് എപ്പോഴും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവാത്മാവിലേക്ക് നമ്മളെ ക്ലാസ് കയറ്റം കിട്ടാൻ വേണ്ടി നമ്മളുടെ നിലപാടുകൾ വ്യക്തം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിക്ലറേഷൻ പറയണത്.
ഡിക്ലറേഷൻ. പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞ ഡിക്ലറേഷനാണ്. Myself, Tricia Norona. I'm from Mangalore, currently residing in Dubai. I would like to testify all the miracles happened in my life and my family. I thank Mama Mary. I thank Lord Jesus and Mama Mary for the miracles. We are blessed with the multiple miracles after taking Odambadi on 20th November 2024. She is my daughter Sharel Norona, my son-in-law Leon Norona, and my husband Haril Kevin Norona. As I said, I had taken Odambadi on 20th November 2024. I came along with my family, my daughter and my husband here. And I just prayed, Mama Mary, I vowed and went from here. Mama Mary, my daughter has to get married in this year. On 29th December is my birthday. Before that, I should get a good news from you. My daughter has to be engaged before 29th December 2024. I was literally praying, morning prayer, evening prayer, every day 5 rosaries and oil and the salt, everything we were using regularly, attending mass. Along with the family, we were praying regularly for this particular blessing. But the one fine day, we were all gathered together in my husband's working place where he was working in the island. We had gone to just a small trip to this island to have fun and to attend the Christmas Mass in the same place where we supposed to go attend the Mass at 8 p.m. Before that, my daughter had no clue. We had no clue. All of a sudden, my son-in-law had called all of us to the one certain place. And we had all gathered together, and surprisingly, he took a ring and he just started proposing my daughter. And daughter was filled with joy. We were all filled with joy. It was nothing but Mama Mary's miracle. And I thank wholeheartedly to Lord Jesus and Mama Mary for the grace which we have received on my daughter. And secondly, I owed during covenant I came here, I owed Mama Mary, I wanted my daughter and my son-in-law to be here during my renewal. That is today. Today is my Odambadi renewal. I have to get them here in your presence, not single but married. It's a witness, it's a testimony I am going to give that my daughter has married on 30th November, the day before yesterday she got married, and we are bringing both of them in the presence of, in the altar, Mama Mary's altar. Here they are standing as a new couple, blessed couple, everybody going to honeymoon after marriage. But my children had come to visit Mama Mary and Lord Jesus, and thank God, thank Almighty God, thank Holy Spirit, thank Lord Jesus, thank Mama Mary. It is nothing but, it's a great miracle. And the marriage was in the open ground, and it was raining heavily in Mangalore. Just before one day it was raining. I just told Mama Mary, I have nothing to say. I just surrender my children and ourselves in your hands. You have to take care of the entire marriage process, entire formalities, entire nuptials, everything. But by the grace of God, Lord Jesus blessing, Mama Mary's presence, Mama Mary was present with us. We could
feel the presence of Mama Mary. We could feel the jasmine smell. When I came here to testify with sister, and I was telling sister, I'm strongly getting jasmine smell. And I asked her, are you getting? No. I asked her, one more lady, are you getting? No. She said, no, I'm blessed. This is nothing but Mama Mary's presence with us. As I continue to say, there was no rain. The weather was absolutely normal. Pleasant weather, no heat, no humidity, and the entire crowd in my daughter's marriage was enjoyed. Everybody, each and everybody who had come to the nuptials and the reception, wedding reception, and we have a rose in Bangalore style. For that also, everybody, each and everybody in our family has blessed my children, and everybody appreciated the holiness, not the celebration, holiness they found in the couple, my children. For that I thank wholeheartedly Lord Jesus and my Mama Mary and our Mama Mary on this altar. I thank wholeheartedly. Secondly, I want to testify myself. I had lot of issues, physically had lot of issues. I had my right breast is filled with cysts and fibroadenomas from 25 years. Not only one or two years. From 25 years, I was having breast cysts and fibroadenoma. Multiple fibroadenomas. Doctor said, we cannot do anything. You have to just do evaluation every 6 months to see that if at all any harmful cyst or harmful lump is found. But I was not worried at all. I was not worried about my breast cyst or nothing. I was just praying for my children and my family, for entire my covenant, entire my daily prayers, entire my rosary. I was not even single day, Mama Mary, I didn't pray that give me good health. I didn't pray. But one fine day, 6 months in November 6th, we had gone to India before taking Odambadi, and I had gone to doctor, and we had ultrasound, and during ultrasound, doctor said, it's as it is. From past 25 years, I am having all these problems. This continued. As it is there. There is no change. Nothing to worry. You just continue the evaluation. But you know, anyone, a lady, if she has a small cyst or small lump in her breast, she will definitely run to doctor. Doctor, please remove this. I don't want this. I don't want anything harmful in my body. Please remove this. But my situation is not like this. If I had to remove, means I had to remove the entire breast. So I didn't want. I was trusting in Lord Jesus. After coming to Kripasanam, I had started praying to Mama Mary. Before that, for me, my Lord Jesus was only the source of prayer. But after coming here, I realized the presence of Mama Mary, how powerful she is, how powerful she can do miracles, get the miracles done through Mama Mary, Jesus. That is amazing, wonderful. Mama Mary, you can do anything to anybody when you pray. When you do rosary, she will definitely give miracles. And one more thing, now I went on March, I don't know the date, I went to gynecologist along with my daughter, and I said, doctor, I like this, I shown the old reports, like I want to do the test again. She said, no, it is a serious thing, you have to do the mammogram. I said, I don't want mammogram, I want the normal sonogram. No, you have to do the mammogram. That is compulsory. No, doctor. I don't want to tolerate the mammogram. I want to
do the sonogram. She finally, she accepted, agreed. After that, if there is anything in the sonogram, then I can go ahead for the mammogram. She agreed. We had done the sonogram, and I went home, and the evening I received the report. I saw the report, and the left breast is normal always, and the right breast also same, normal, same like how it was in the left breast. Right breast also same. There is not even a single cyst in that breast. I was really, really surprised, and I lost little faith there. I said, no, it may not be possible, because I can trust India's report, but not the abroad. Maybe the doctors had not done the sonogram properly. Maybe something wrong. And I called doctor, like this, you saw my previous report, no, how it is possible? She is a Muslim doctor. She said, Alhamdulillah, praise. I said, praise the Lord. She said, Alhamdulillah. I said, praise the Lord. And she said, your scanning I am going through, your scanning I am going through, your scanning is absolutely normal. Both the breasts are looking same. There is no evidence of cyst, no evidence of lumps or fibroadenoma. And then, in meantime, every day, morning and evening, I was using oil, the holy oil, and the salt regularly, myself and daughter. We were staying together. My husband was working in a different place, so we couldn't do the prayer together. So we both were doing regularly morning 5:30 we used to pray with the holy materials, and also night, also evening prayer we used to do. So because of all the effect, because of the blessing, grace, and Lord Jesus and Mama Mary, my entire sickness, and also I had severe shoulder pain. I couldn't touch my shoulder like this. That much bad the pain was. That too not 1 or 2 years, several years, I don't remember. And I had a knee pain. I couldn't fold my knee like this. It was making noise, kadak, like this. Just not making noise. And I had undergone a back surgery. After the surgery, I couldn't stand for 15 minutes. Even kitchen, even walking. Now I am doing gym daily, 2 kilometers every day I am walking. I am doing dumbbells. I am doing several exercises by the grace of Lord Jesus and Mama Mary. I praise and worship. I admire. I honor. I thank wholeheartedly for our Lord Jesus and Mama Mary. And in my family, my daughter was not into prayers, not hesitant to go to church, hesitant to read Bible, everything. She was little bit, as a youngster nowadays, everybody does the same. But after taking Odabadi, she never missed the mass, she never missed the reading Bible, she never missed the repeating word of God's, she never missed the prayer, Holy Rosary, every day together. And my husband was very hesitant to do much prayer, but he is praying more than us, I believe. And one more thing, my entire family is blessed with the peace and happiness, and there is no issues. We used to fight each other. There was arrogance every time. Nothing. It's all totally it is come down. So we all are blessed by the grace of Lord Jesus and Mama Mary. And as a charitable procedures, we used to give alms to the poor and for orphanage every now and then. Whatever possible, we have donated, and for patients who need treatment, money, and we have provided the whatever possible we have provided. And my daughter used to give some food for the workers, laborers during the hot. Do you know the abroad hot Dubai? A lot of humidity. They used to do work. She used to serve juice, lemon ups, and all. And then we circulate all the fathers retreat every Tuesday. I am
without fail, only this marriage days I couldn't listen. Every Tuesday I'm listening Father Joseph's, Reverend Father, Holy Father Joseph's retreat, and we are following all of his, whatever he says, we are trying maximum to follow the rules and covenant rules. Then my son-in-law is working in Dubai, and I owed that to Mama Mary. My daughter was working in Abu Dhabi. I owed that. I prayed before going from here last year. My daughter has to, I put it in a covenant, my daughter has to get a job in Dubai. But nowadays it is very, even though she is a speech therapist, even though in the healthcare, it is very difficult to get a job in Dubai, especially where he is working with a good salary. Jobs will get, any small jobs will get, but the working in the lifestyle is very, very high now. We are not affordable with a small salary. She got a good job, very good high salary with the grace of Lord Jesus and Mama Mary in Dubai before her marriage, before her wedding. She is so blessed. She is so blessed. So, on behalf of Leon, my husband now, and my family, I want to thank Mama Mary for all of the blessings that we received in our family. I think the advice I would like to give to the younger generation is that no matter whatever happens in your life, if there are difficulties in your life, do not lose faith. Yes, there will be trials, there will be tribulations, there will be ups and downs, but always what should be consistent is prayer and trust. Trust that no matter what is happening right now, whatever, maybe you're under there's a big cyclone, there's a big tornado going on in your life, but just trust that no matter what happens, everything will turn out fine. Even if whatever you planned will not happen, you just trust in Mother Mary, and Kripasana Mother Mary will lead you in the right way. I was thinking another job was right for me, but then the job that came was even better than whatever I had planned. So trust in Mama Mary, trust in Kripasana Mother Mary, pray and just surrender everything to God. God's plans are always better than ours. One more thing. Meantime, I was very nervous to stand here and tell testimony. Before entering here, I just kneeled down and prayed, Mama, I'm very nervous. I don't know how to say whatever I want to supposed to say. I told Cheryl also, would you like to say in behalf of me? She said, no, you carry on. But thank Mama Mary to give me courage to stand before you and testify you, I think, as per your wish.